എസ്എഫ്ഐക്ക് ഇനി പുതിയ നേതൃത്വം. ആദർശം സജിയും ശ്രീജൻ ഭട്ടാചാര്യയും എസ്എഫ്ഐയെ ദേശീയ തലത്തിൽ നയിക്കും. പ്രസിഡന്റായി ആദർശം സജിയെയും ജനറൽ സെക്രട്ടറിയായി ശ്രീജൻ ഭട്ടാചാര്യയെയും കോഴിക്കോട് നടക്കുന്ന സമ്മേളനം തെരഞ്ഞെടുത്തു. സമഗ്ര വിവരങ്ങൾ മേഘാമാധവൻ നൽകും. റിപ്പോർട്ട് കാണാം. 18ാമത് എസ്എഫ്ഐ അഖിലേന്ത്യാ സമ്മേളനമാണ് പുതിയ ദേശീയ നേതൃത്വത്തെ പ്രഖ്യാപിച്ചത്. എസ്എഫ്ഐ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി ശ്രീജൻ ഭട്ടാചാര്യയെയും പ്രസിഡന്റായി ആദർശം സജിയെയും തെരഞ്ഞെടുത്തു. കേരളത്തിൽ നിന്ന് ആദർശം സജിയടക്കം 11 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ് ഉള്ളത്. എസ്എഫ്ഐ സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവിനെ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയായും എസ്എഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദിനെ എസ്എഫ്ഐ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റായും സമ്മേളനം തെരഞ്ഞെടുത്തു. കഴിഞ്ഞ കുറേ നാളുകളായി കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതിനെതിരെ വലിയ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിക്കാനും സമ്മേളനം തീരുമാനിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ കൂടി ഇന്ന് വ്യക്തമാക്കി. വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് വെട്ടിക്കുറയ്ക്കുന്നത് ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം, അതോടൊപ്പം തന്നെ രാജ്യത്തിനകത്ത് ഈ തീവ്ര വികാരം ഉയർത്തിക്കൊണ്ട് വർഗീയ വികാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോകുന്ന ഈ BJP ഗവൺമെന്റിനെതിരായി പോരാടുന്നവരെ വലിയ നിലയിൽ വേട്ടയാടുന്ന ഒരു സമീപനം ഈ കാലഘട്ടത്തിനിടയിൽ കഴിഞ്ഞൊരു 11 വർഷത്തിനിടയിൽ രാജ്യത്തിനാകെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമ്മേളനത്തിന് അതൊരു ആവേശമാണ്. ഈ വിദ്യാർത്ഥി സംഘടന ഇല്ലാതാകും എന്ന് പറഞ്ഞ ഇടത്ത് നിന്ന് അവരെ എല്ലാം പ്രതിരോധിച്ചുകൊണ്ടാണ് ഈ 42 ലക്ഷത്തിലേക്ക് എസ്എഫ്ഐയുടെ മെമ്പർഷിപ്പ് ഉയരുന്നു. We understand that just opposing something is not going to help a lot. So we have to come up with an alternative. Here in Kerala we have certain tangible alternatives that we are posing in front of. We can tell people that see these are our alternatives. 3 ടൈം പൂർത്തിയാക്കിയ VP സാനുവും 2 ടൈം പൂർത്തിയാക്കിയ മയൂഖ് വിശ്വാസും സ്ഥാനമൊഴിഞ്ഞു. ഐഷി ഘോഷ് കമ്മിറ്റിയിൽ തുടരുകയും ചെയ്യും. ഏതായാലും 87 അംഗ കമ്മിറ്റിയാണ് നിലവിൽ വന്നിരിക്കുന്നത്. ഇതോടെ 3 ദിവസങ്ങളായി നടക്കുന്ന പ്രതിനിധി സമ്മേളനം സമാപിക്കുകയും ചെയ്തു.